നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയമായും ഭൂമിശാസ്ത്രപരമായും വൈവിധ്യങ്ങളുടെ മണ്ഡലമാണ് മാവേലിക്കര. മാവേലിക്കര ആർക്കൊപ്പം? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഭരണത്തിന്റെ പ്രതിഫലനം കൂടിയാകുമെന്ന് ഉമ്മൻചാണ്ടി. UDF-നും BJP-ക്കുമെതിരെ ആഞ്ഞടിച്ച് VS അച്യുതാനന്ദൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. രാഷ്ട്രീയമായും ഭൂമിശാസ്ത്രപരമായും വൈവിധ്യങ്ങളുടെ മണ്ഡലമാണ് മാവേലിക്കര. ആലപ്പുഴ, കോട്ടയം, കൊല്ലം ജില്ലകളിലായി കിടക്കുന്ന ലോക്സഭാ മണ്ഡലത്തിൽ 3 ജില്ലകളുടെ രാഷ്ട്രീയവും പ്രതിഫലിക്കും. UDF-നും LDF-നും ആത്മവിശ്വാസത്തിന് വേണ്ടുവോളം കാരണങ്ങളുണ്ട്. ഇവിടെ അവരെ എതിർക്കുന്നവർക്ക് നിരത്തുവാനും നിരവധി ചോദ്യങ്ങളുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ കൊടിക്കുന്നിൽ സുരേഷും മുൻ MPയും CPI നേതാവുമായ ചെങ്ങറ സുരേന്ദ്രനുമായാണ് പ്രധാന മത്സരം. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കൊടിക്കുന്നിൽ പരിചിതനാണ്. മുൻ MPയും CPI നേതാവുമായ ചെങ്ങറ സുരേന്ദ്രൻ മണ്ഡലത്തിൽ അപരിചിതനല്ലതാനും. പഴയ അടൂർ മണ്ഡലത്തിൽ കൊടിക്കുന്നിലിനെ തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസവും അദ്ദേഹത്തിന് കൈമുതലായുണ്ട്. KPMS-ന് സ്വാധീനമുള്ള മണ്ഡലമാണ് മാവേലിക്കര. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF അതുകൊണ്ട് തന്നെ KPMS നേതാവും മന്ത്രിയുമായിരുന്ന PK രാഘവന്റെ മകനെ സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും ഫലം കണ്ടില്ല. KPMS-ന്റെ സ്വാധീനം മനസ്സിലാക്കി BJP ഇക്കുറി അവർ നിർദ്ദേശിക്കുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചിച്ചിരുന്നു. എന്നാൽ KPMS സ്ഥാനാർത്ഥിയെ നൽകിയില്ല. ഒടുവിൽ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. സുധീറിനെ സ്ഥാനാർത്ഥിയാക്കി. കുട്ടനാട് പാക്കേജ് നടപ്പാക്കാൻ കഴിയാത്തതും മാവേലിക്കര മെഡിക്കൽ കോളേജിന്റെ കഥ പറഞ്ഞ് കബളിപ്പിച്ചതും വിലക്കയറ്റവും സോളാർ വിവാദവും കോടതി പരാമർശങ്ങളും ഉയർത്തിക്കാട്ടിയാണ് ചെങ്ങറ സുരേന്ദ്രൻ പ്രചരണ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നത്. EMS മെഡിക്കൽ കോളേജ് പാരിപ്പള്ളിയിൽ കൊണ്ടുവരാനായത്, മാവേലിക്കരയിൽ മെഡിക്കൽ കോളേജിന് അനുമതി ലഭിച്ചത്, കോട്ടയം വഴി പുനലൂർ ഗുരുവായൂർ ഫാസ്റ്റ് പാസഞ്ചർ കൊണ്ടുവരാനായതും എടുത്തുകാട്ടി കൊടിക്കുന്നിൽ സുരേഷും മണ്ഡലത്തിൽ സജീവമാണ്. കേന്ദ്രത്തിൽ UPA സർക്കാരിന്റെ അഴിമതിയും കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ ഒത്തുകളിയും BJP-ക്ക് ഗുണകരമാക്കുവാനുള്ള നീക്കത്തിലാണ് അഡ്വക്കേറ്റ് P. സുധീർ. മോദിയുടെ വരവും BJP അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയും വോട്ടാക്കി മാറ്റുവാനുള്ള പ്രചരണത്തിലാണ് BJP സ്ഥാനാർത്ഥി. ജനദ്രോഹ നയങ്ങൾക്കും അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരെ ജനകീയ സമരത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ് RMP, SUCI, MCPI ഉൾപ്പെടുന്ന ഇടതുപക്ഷ ഐക്യമുന്നണിയുടെ മുദ്രാവാക്യം. നിരവധി ജനകീയ സമരങ്ങളിലൂടെ ശ്രദ്ധേയായ KS ശശികലയാണ് ഇടതുപക്ഷ ഐക്യമുന്നണിയുടെ സ്ഥാനാർത്ഥി. അടിമുടി ജനവിരുദ്ധമായ നയ നടപടികൾക്കെതിരെ ജനരോഷം ജനാധിപത്യ ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റുവാനാണ് ശശികലയുടെ ശ്രമം. യഥാർത്ഥ ഇടതുപക്ഷത്തിന് ഒരു വോട്ട് എന്ന മുദ്രാവാക്യവുമായാണ് ശശികല മണ്ഡലങ്ങളിൽ പ്രചരണം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് KCV. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാത്രമല്ല, കേരളത്തിലെ ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടിയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കോൺഗ്രസ് ഇല്ലെങ്കിൽ UPA ഇല്ലെങ്കിൽ മറ്റാര്? കുറച്ചുപേർ BJP എന്നും മൂന്നാം മുന്നണി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ മൂന്നാം തവണയും UPA തന്നെ ഇന്ത്യ ഭരിക്കുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇടതുപക്ഷം പ്രായോഗികമായി ചിന്തിക്കുന്നില്ല. മുദ്രാവാക്യം വിളിക്കുന്നതുകൊണ്ടും സമരം ചെയ്യുന്നതുകൊണ്ടും നാടിന് യാതൊരു പ്രയോജനവുമില്ല. മുദ്രാവാക്യം വിളിച്ചതുകൊണ്ട് ഉൽപാദനം വർദ്ധിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു. ഇത് കേരളത്തെ ഒരിടത്തും എത്തിക്കില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടി പ്രായോഗികമായി ചിന്തിക്കാറില്ല. അവര് മുദ്രാവാക്യങ്ങൾ വിളിക്കും, സമരങ്ങൾ ചെയ്യും. പക്ഷെ സമരം ചെയ്തത് കൊണ്ട് നാട്ടിന് ഒരു നേട്ടവും ഉണ്ടാവില്ല എന്ന് ഈ കാലം അത്രയും തെളിയിച്ചു കഴിഞ്ഞു. മുദ്രാവാക്യം വിളിച്ചത് കൊണ്ട് ഇവിടെ ഉൽപാദനം വർദ്ധിക്കുമോ? കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമോ? പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുമോ? ഒന്നുമില്ല. പക്ഷേ സമരവും മുദ്രാവാക്യവും വിവാദങ്ങളും തർക്കങ്ങളും ഇതാണ് എന്നും ഉണ്ടായിക്കൊണ്ടിരുന്നത്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ ഇലക്ഷൻ പ്രചരണാർത്ഥം എടത്തുവായിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. A. ഷുക്കൂർ, M. മുരളി, ബാബു പ്രസാദ്, ഡോക്ടർ KC ജോസഫ്, AB കുര്യാക്കോസ്, അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, K. ഗോപകുമാർ, VK വിജയൻ നായർ, ബാബു വലിയവീടൻ, പ്രമോദ് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് ഒരു കാരണവശാലും അധികാരത്തിൽ എത്തരുതെന്ന വിചാരമാണ് രാജ്യത്തെ ജനങ്ങൾക്കുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ഇതാ ഇങ്ങോട്ട് തുറന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പടയോട്ടത്തിൽ ഈ പടം നയിക്കുന്നതിന് നമ്മുടെ പ്രിയങ്കരനായ നേതാവ്
കർഷകരുടെയും തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും താൽപര്യങ്ങളെ തകർത്ത് കോർപ്പറേറ്റുകളുടെയും വൻകിട കുത്തക മുതലാളിമാരെയുമാണ് UPA സർക്കാർ സംരക്ഷിക്കുന്നതെന്ന് VS പറഞ്ഞു. കുട്ടനാടൻ പാക്കേജ് നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലെ കൃഷിക്കാരുടെയോ കർഷക തൊഴിലാളികളുടെയോ ആവശ്യം മാത്രമല്ല, കേരളത്തിന്റെ ആകെ ആവശ്യമാണ്. ഇന്ന് ഗാന്ധി അധികാരത്തിൽ വരുമ്പോൾ 20 രൂപ, ഇപ്പോഴോ 40 കഴിഞ്ഞു. ശൈല കൊണ്ടുവന്ന് തന്നിരിക്കുന്ന നിങ്ങളുടെ കയ്യിലെ കോടാന കോടി രൂപ ഉപയോഗിച്ച് ഞണ്ണി നിങ്ങൾക്ക് സാമ്പാർ കഴിക്കാൻ കഴിയുമെങ്കിലും പാവപ്പെട്ടത് നമ്മുടെ നാട്ടുകാർ തൊഴിൽരഹിതർ കൃഷി മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടുപോകാൻ നിർവാഹമില്ലാത്തവർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ചെങ്ങറ സുരേന്ദ്രന്റെ വിജയപ്രചരണാർത്ഥം കാവാലം തട്ടാശ്ശേരിയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VS അച്യുതാനന്ദൻ. തോമസ് ചാണ്ടി MLA, ഉഴവൂർ വിജയൻ, TJ ആഞ്ചലോസ്, KK അശോകൻ, KD മോഹനൻ, മുട്ടാർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനദ്രോഹ നയങ്ങളാണ് കോൺഗ്രസും BJPയും ഇടതുമുന്നണിയും പിന്തുടരുന്നത്. പരസ്പരം മത്സരിക്കുന്നുണ്ടെങ്കിലും ഇവർ ഭരണപക്ഷ രാഷ്ട്രീയം കൈയാളുന്നവരാണെന്നും CMBI സംസ്ഥാന കമ്മിറ്റി അംഗം ET ശശി. ഇടതുപക്ഷ ഐക്യമുന്നണി സ്ഥാനാർത്ഥി KS ശശികലയുടെ പ്രചരണ ജാഥയ്ക്ക് നെടുമടി പൂപ്പള്ളിയിൽ നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ET ശശി. ഇന്ന് യഥാർത്ഥത്തിൽ ഉയർന്നു വരേണ്ടത് ജനപക്ഷ രാഷ്ട്രീയമാണ്. ജനപക്ഷ രാഷ്ട്രീയമെന്നാൽ സമരപക്ഷമെന്നാണ്. വിട്ടുവീഴ്ചയില്ലാതെ കോർപ്പറേറ്റുകൾക്കും കുത്തക മുതലാളിമാർക്കും എതിരെയുള്ള അതിശക്തമായ സമരമാണ് രാജ്യം ഇന്ന് ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിന്റെ പരിഹാരം സഖാവ് പറഞ്ഞത് ശക്തമായ മാർക്സിസ്റ്റ് ദർശനം. നമുക്ക് സംഘടന വിപ്ലവ പാർട്ടി, സൈനിക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, 3 ചൈനീസ് KS ശശികലയുടെ മണ്ഡല പ്രചരണം ശനിയാഴ്ച രാവിലെ 8-ന് വടക്കൻ വെളിയനാട് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കും. കുട്ടനാട്ടിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ശനിയാഴ്ച വൈകിട്ട് 7-ന് നീരേറ്റുപുറത്ത് സമാപിക്കും. ET ശശി, SUCI കുട്ടനാട് താലൂക്ക് സെക്രട്ടറി PR സതീശൻ, VR അനിൽ, ബിജു സേവ്യർ, S മിനി, വിശ്വരാജ്, അനിൽ മിത്രകരി തുടങ്ങിയവർ സംസാരിക്കും. സലിം രാജ് ഉൾപ്പെട്ട ഭൂമി തട്ടിപ്പ് കേസ് CBIക്ക് വിട്ട കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ ധാർമ്മിക അവകാശമില്ലെന്ന് തോമസ് ഐസക് MLA. മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഹൈക്കോടതി പരാമർശത്തെക്കുറിച്ച് KPCC പ്രസിഡന്റ് അഭിപ്രായം പറയണമെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് MLA ആവശ്യപ്പെട്ടു. കോടതി വിധി CBI അന്വേഷണം വേണം എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ തെരഞ്ഞെടുത്ത രീതിയെക്കുറിച്ച് കുറ്റവാളികളാണ് വെച്ചിരിക്കുന്നത് സൂചിപ്പിച്ചിട്ടുണ്ട്. അവർ ആ ഓഫീസ് ദുരുപയോഗപ്പെടുത്തി അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തടയുന്നതിന് മുഖ്യമന്ത്രിയുടെ പരാജയത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റ് ഇതെല്ലാം മാറ്റിവെച്ച് അന്വേഷണം ആര് വേണമെങ്കിൽ നടത്തിക്കോട്ടെ, ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറയുന്ന അർത്ഥം കോടതി പരാമർശങ്ങളിലൂടെ അന്വേഷണത്തിന്റെ ലക്ഷ്യമെന്ത്, ദിശയെന്ത് എന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് CBI അന്വേഷണത്തോട് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറഞ്ഞ് തടി തപ്പാൻ കോൺഗ്രസിന് കഴിയില്ല. PN സുധീരൻ ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഉണ്ടായിരിക്കുന്ന പരാമർശങ്ങൾ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളുണ്ട്. മുഖ്യമന്ത്രി പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറാൻ പറ്റും. അദ്ദേഹം ഇത് ധാർമ്മികമായി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്ഥാനം ഒഴിയുക തന്നെ വേണം.
തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂലി കിട്ടുന്നതിനായി ഓരോ വാതിലിലും കൈനീട്ടേണ്ട ഗതികേടിലാണെന്ന് ഷാജി തോട്ടുകടവിൽ പറഞ്ഞു. ട്രഷറി സ്തംഭനത്തിനെതിരെ LDF സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി മങ്കമ്പ് ട്രഷറിക്ക് മുന്നിൽ സംഘടിപ്പിച്ച ധർണയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF സർക്കാർ ഭരണമൊഴിയുമ്പോൾ 300 കോടി രൂപ ട്രഷറിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ 3 കൊല്ലം കൊണ്ട് UDF 30,000 കോടിയുടെ ബാധ്യതയുണ്ടാക്കിയെന്നും ഷാജി തോട്ടുകടവിൽ പറഞ്ഞു. ഇന്നിപ്പോൾ അവർ പറയുകയാണ്, പഞ്ചായത്ത് തോറും അടിയന്തരമായിട്ടൊരു സർക്കുലർ അയച്ചിരിക്കുകയാണ്. അവിടെ പദ്ധതി വിഹിതത്തിൽ ബാലൻസ് വന്നിരിക്കുന്ന പൈസകളെല്ലാം നിങ്ങൾ തിരിച്ച് ട്രഷറിയിൽ നിക്ഷേപിക്കണം, ബാങ്കുകളിൽ നിക്ഷേപിക്കണം എന്നുള്ള ആഹ്വാനമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നിങ്ങൾക്കറിയാം, തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുത്തിട്ടുള്ള പാവപ്പെട്ട വ്യക്തികൾക്ക്, പാവപ്പെട്ട അമ്മമാർക്ക്, പാവപ്പെട്ട പെങ്ങാന്മാർക്ക് പൈസ കൊടുക്കാൻ മാർഗമില്ലാതെ അവർ പണിയെടുത്തിട്ട് ഓരോ വാതിലുകളിൽ കൈനീട്ടി നടക്കുന്ന സ്ഥിതിവിശേഷം നമുക്ക് നിത്യേന കാണാൻ കഴിയുകയാണ്. ഏറ്റവും അഴിമതി നിറഞ്ഞതായ എന്നുവിധേ നിൽക്കുമെന്ന് ആഗ്രഹിച്ച ജനങ്ങൾക്ക് മുന്നിലേക്ക് അദ്ദേഹം ഒരു പിച്ചപ്പ് ചാട്ടിൽ നിന്ന് വരുന്ന നിലയിലേക്ക് അധപ്പതിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് ഈ UDF ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കുട്ടനാട്ടിൽ മുൻ വർഷങ്ങളിലേതുപോലെ വാഹനങ്ങളിലും വള്ളങ്ങളിലും വെള്ളം വിതരണം ചെയ്യണമെന്ന് കുട്ടനാട് MLA ആലപ്പുഴ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം 10 വണ്ടിയിൽ വെള്ളം നൽകിയിരുന്നിടത്ത് 5 വണ്ടിയിൽ വെള്ളം നൽകാമെന്നാണ് കളക്ടർ പറയുന്നത്. കഴിഞ്ഞ വർഷം വെള്ളം വിതരണം ചെയ്ത തൊഴിലാളികൾക്ക് ഇനിയും കൂലി നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. NCP ജില്ലാ പ്രസിഡന്റ് ജോസ് കാവനാട് ധർണ ഉദ്ഘാടനം ചെയ്തു. KD മോഹനൻ അധ്യക്ഷനായി. KK അശോകൻ, അഡ്വക്കേറ്റ് ജോയ്കുട്ടി ജോസ്, K പ്രകാശ്, തങ്കച്ചൻ പടിഞ്ഞാറേക്കളം തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാകുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകളിലേക്ക്. നരേന്ദ്രമോദി NDAയെ വിഭജിക്കാനും BJP ജനങ്ങളെ ഭിന്നിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും ജനങ്ങളെ ഒന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പരാജയം സമ്മതിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ വിജയത്തിന്റെ ഒരു പരമ്പര തന്നെ നേടിയ UDF ഈ തെരഞ്ഞെടുപ്പിലും വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുമുന്നണി ഒരു മുങ്ങുന്ന കപ്പലാണെന്ന് ആ മുന്നണിയിൽ ഓരോരുത്തരായി പുറത്തു ചാടുകയാണ്. ഏറ്റവും അവസാനം പുറത്തുപോയ കക്ഷി RSP ആണ്.
35 ജേക്കബ് എബ്രഹാമിന്റെ ഒക്കെ പാർട്ടി നേരത്തെ രക്ഷപ്പെട്ടതാണ് അതിൽ നിന്ന്. അതിനു മുമ്പ് ജനതാദൾ രക്ഷപ്പെട്ടു. ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇടതുമുന്നണിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്റെ കാരണം എന്താണ്? ആ മുന്നണിക്ക് ജനകീയ അടിത്തറ നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏകാധിപത്യ പ്രവണതകൾ ഒരു മുന്നണിയുടെ സർവനാശത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ നിന്നാൽ ആ ഗവൺമെന്റിനെതിരായ വികാരമാണ്, ഭരണവിരുദ്ധ വികാരമാണ് കാണുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് CPM വിരുദ്ധ വികാരമാണ്. അതിനുള്ള കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ തെറ്റായ സമീപനമാണ്. DCC പ്രസിഡന്റ് A. ഷുക്കൂർ, മുൻ MLA KK ഷാജു, MN ചന്ദ്രപ്രകാശ്, അലക്സ് മാത്യു, ഹരികുമാർ, സുബ്രഹ്മണ്യം, K. ഗോപകുമാർ, ജോസഫ് ചേക്കോടൻ, പ്രമോദ് ചന്ദ്രൻ, K. പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്രത്തിൽ ഫിഷറീസ് മന്ത്രാലയം സ്ഥാപിക്കുമെന്ന് കോൺഗ്രസ് പറയുന്നത് വോട്ടിനു വേണ്ടി മാത്രമാണെന്ന് ധീവരസഭാ സംരക്ഷണ സമിതി. 5 വർഷം ഭരിച്ചിട്ടും ഫിഷറീസ് മന്ത്രാലയം യാഥാർത്ഥ്യമാക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണം. ധീവരരുടെ പേരിൽ പണവും സ്ഥാനമാനങ്ങളും നേടുക മാത്രമാണ് ധീവരസഭാ ജനറൽ സെക്രട്ടറി V. ദിനകരന്റെ ലക്ഷ്യമെന്നും ധീവര സംരക്ഷണ സമിതി പ്രസിഡന്റ് TS ബാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ധീവര സമുദായത്തെ പട്ടികജാതിയിൽ ഉൾപ്പെടുത്തുന്നതിന് തടസ്സം നിൽക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രിയാണ്. ആലപ്പുഴയിൽ BJP സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താത്തതിന് പിന്നിൽ വൻ സാമ്പത്തിക ഇടപെടലുകളുണ്ട്. ധീവര സമുദായത്തെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനെതിരെയാണ് ആലപ്പുഴയിൽ താൻ മത്സരിക്കുന്നതെന്നും ബാലകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ജോലി തേടി അധികം ആളുകളും പോകുന്നത് വടക്കേ ഇന്ത്യയിലേക്കാണ്. യാത്രാ സൗകര്യം ഏറ്റവും ക്ലേശം അനുഭവിക്കുന്ന കേരളത്തിലേക്ക് ട്രെയിൻ സർവീസിന്റെ കാര്യത്തിൽ എന്തു ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ എന്ന് ഈ അവസരത്തിൽ വ്യക്തമാക്കണം. സർക്കാർ നബാർഡിൽ നിന്ന് എടുത്തിട്ടുള്ള വായ്പകൾ തിരിച്ചടയ്ക്കേണ്ടെന്ന് സംസ്ഥാന സർക്കാർ ഫയലിൽ തീർപ്പ് കൽപ്പിച്ചതായി ഡോക്ടർ തോമസ് ഐസക് MLA. സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് വായ്പയുടെ അവസാന ഗഡു നൽകേണ്ടെന്ന് സർക്കാർ തീരുമാനമെടുത്തത്. ബില്ല് പാസാക്കാത്ത മെയിന്റനൻസ് ഗ്രാന്റ് പിടിച്ചെടുക്കുമെന്ന് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്നും തോമസ് ഐസക് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇതിനായി എത്ര ഉത്തരവുകൾ ഇറക്കിയാലും പ്രതിപക്ഷ പഞ്ചായത്തുകൾ നടപ്പാക്കില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം തൊഴിലുറപ്പിനെ പോലും സർക്കാർ ഉപേക്ഷിക്കുകയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി നൽകാൻ പോലും സർക്കാരിന് സാധിക്കുന്നില്ല. പഞ്ചായത്തുകളിൽ നിന്ന് വായ്പയെടുക്കാൻ മാത്രം സർക്കാർ ട്രഷറി അധപതിച്ചോ എന്നും അദ്ദേഹം ചോദിച്ചു. നിയമവിരുദ്ധമായ ഉത്തരവുകള് അനുസരിക്കാനുള്ള ബാധ്യത പഞ്ചായത്തുകൾക്കില്ല. സർക്കാരിന്റെ ഉത്തരവ് കണ്ടിട്ട് പണമെടുത്ത് തിരിമറി ചെയ്തു കഴിഞ്ഞാൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥര് അതിന് ബാധ്യസ്ഥരായി. വേഴപ്ര ഗവൺമെന്റ് LP സ്കൂളിന്റെ 121ാമത് വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. വെള്ളിയാഴ്ച രാവിലെ 10-ന് പൊതുസമ്മേളനത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. രാമഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ അധ്യക്ഷനായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ചേക്കോടൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ നാടിനോട് ഒരു നൂറ്റാണ്ടിന്റേതായ കഥകൾ പറയാനുണ്ട്, ചരിത്രം പറയാനുണ്ട്. ചരിത്രം ഉറങ്ങുന്ന സ്ഥാപനമാണിത്. അതുകൊണ്ട് തന്നെ വളരെ സവിശേഷവും വൈശിഷ്ട്യവുമാണ് ഇതിന്റെ ചരിത്രം. പിന്നോക്കം നിന്ന് ആലോചിക്കുമ്പോൾ നിരവധിയായ ആളുകൾക്ക് ഈ നാട്ടിൽ അക്ഷരത്തിന്റെ വെളിച്ചമേകാൻ സ്ഥാപിച്ചിട്ടുള്ള ഈ സ്ഥാപനം ഹെഡ് മിസ്ട്രസ് S. രമ, സ്റ്റാഫ് സെക്രട്ടറി A. ജിൻസി, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മാരിയത്ത് BV, വാർഡ് മെമ്പർ ലീലാമ്മ മാത്യു മാവേലിക്കളം, ഭാസ്കരൻ, രാജ്മോഹൻ, ഷംസുദൻ, കുമാരി ആരതി രതീഷ്, TR ശ്രീലേഖ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. SMC ചെയർമാൻ D. പുഷ്കരൻ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. വേഴപ്ര മേജർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച പാർവതി പരിണയം നടന്നു. രാവിലെ 11 മണിക്ക് വേഴപ്ര ശക്തിപ്പറമ്പ് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര യജ്ഞവേദിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് പാർവതി പരിണയം നടന്നു. ഉച്ചയ്ക്ക് മഹാപ്രസാദമൂട്ടും വൈകുന്നേരം സർവൈശ്വര്യ പൂജയും നടന്നു. ഹിമാലയത്തിൽ പിന്നീട് ഗവരി എന്നുള്ള പേരോടും പിറന്നൊരാ ഹൈമവന്റെ വീട്ടത് ശങ്കരം. ഹിമാലയത്തിൽ പിന്നീട് ഗൗരി എന്നുള്ള പേരോടും പിറന്നൊരാ ഹൈമവന് തന്നെ വേട്ടിതു ശങ്കരൻ.
ദേവാലയത്തിൽ പിന്നീട് ഗൗരി എന്നുള്ള പേരോടും പിറന്നവരാകൈമവത് തന്നെ വിട്ടത് പിതൃവേദി മാതൃജ്യോതിസ് പ്രവർത്തനം വിപുലമാക്കുന്നതിലൂടെ നല്ല കുടുംബങ്ങൾ രൂപപ്പെടുമെന്ന് ഫാദർ അഗസ്റ്റിൻ പൊങ്ങനാംതടം പറഞ്ഞു. പിതൃവേദി മാതൃജ്യോതിസിന്റെ ഉദ്ഘാടനം പുന്നപ്ര സെന്റ് ഗ്രിഗോറിയസ് ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരമവാർത്തകൾ. കാവാലം 70 ചിറ വിഷ്ണു നിവാസിൽ KP രാജപ്പൻ നിര്യാതനായി. 52 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൈനകരി തോട്ടുവാതല അമ്പനാട് ലക്ഷം വീട്ടിൽ കുട്ടപ്പൻ നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. രാഷ്ട്രീയമായും ഭൂമിശാസ്ത്രപരമായും വൈവിധ്യങ്ങളുടെ മണ്ഡലമാണ് മാവേലിക്കര. മാവേലിക്കര ആർക്കൊപ്പം? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഭരണത്തിന്റെ പ്രതിഫലനം കൂടിയാകുമെന്ന് ഉമ്മൻചാണ്ടി. UDFനും BJPക്കുമെതിരെ ആഞ്ഞടിച്ച് VS അച്യുതാനന്ദൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.